ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. പരപ്പനങ്ങാടിൽ നിന്നും BM സ്കൂളിന് സമീപം ബൈക്കിൽ നിന്ന് വീണ വയോധികൻ ലോറി കയറി മരിച്ചു. ലോറിയിൽ തട്ടി വീണ ബൈക്കിലുണ്ടായിരുന്ന യാത്രികന്റെ ശരീരത്തിൽ ലോറി കയറുകയായിരുന്നു. പരപ്പനങ്ങാടി നെടുവ സ്വദേശി ചതുവൻ വീട്ടിൽ സൈദു ഹാജിയാണ് മരിച്ചത്. പഴം തൊണ്ടയിൽ കുടുങ്ങി 1 വയസ്സുകാരന് ദാരുണാന്ത്യം. മലപ്പുറം പെരുമ്പടപ്പ് പുത്തൻപള്ളി മുജാഹിദ് പള്ളിക്ക് സമീപം താമസിക്കുന്ന കോർമത്ത് റഫീഖ് ഫസില ദമ്പതികളുടെ മകൻ ഫൈസാനാണ് മരിച്ചത്. പാണ്ടിക്കാട് പഞ്ചായത്തിന്റെ മാരാട്ടപ്പടിയിലെ മിനി MCFിലുണ്ടായ തീപിടുത്തം ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തി. കഴിഞ്ഞ 20 രാത്രിയാണ് മിനി MCFിലെ മാലിന്യത്തിൽ തീപിടുത്തമുണ്ടായത്. പഞ്ചായത്തിലെ ഹരിതകർമ്മസേന വീടുകളിൽ നിന്നും ശേഖരിച്ചു വെച്ച മാലിന്യമാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. കഞ്ചാവ് വിൽപ്പന പിടികൂടാനെത്തിയ പോലീസുകാരെ മർദ്ദിച്ച് രക്ഷപ്പെട്ട 2 പേരെ ചങ്ങരംകുളം പോലീസ് പിടികൂടി. പൊന്നാനി സ്വദേശിയും എടപ്പാൾ അംശക്കച്ചേരിയിൽ താമസക്കാരനുമായ ചെർക്കൽ ഇസ്മായിൽ, എടപ്പാൾ പൊറുക്കര സ്വദേശി കൊമ്പൻ തറയിൽ കബീർ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. 26.50 കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്ത കേസിൽ 2 പേർക്ക് കഠിന തടവും പിഴയും. തിരൂർ സ്വദേശികളായ മാറാക്കര പാലക്കത്തടി വീട്ടിൽ മുഹമ്മദ് റാഫി, മാറാക്കര പുത്തൻപുരയ്ക്കൽ സനിൽകുമാർ എന്നിവരെയാണ് മഞ്ചേരി NDPS കോടതി ജഡ്ജി MP ജയരാജ് 20 വർഷം കഠിന തടവും 2 ലക്ഷം രൂപ വീതം പിഴയടക്കാനും ശിക്ഷ വിധിച്ചത്. നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിൽ തൊണ്ടിയിൽ സെയിൽസ് വാനിൽ തട്ടി പിക്കപ്പ് ഗുഡ്സ് നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറി അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഒഴിവായത് വൻ ദുരന്തം. ജനാധിപത്യ പ്രക്രിയയിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന പോളിംഗ് ഉദ്യോഗസ്ഥരെ പൂക്കൾ നൽകി സ്വീകരിച്ച് പൂക്കോട്ടൂർ ഓൾഡ് ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടിക്കൂട്ടം. തെരഞ്ഞെടുപ്പ് സാമഗ്രികളുമായി ഉദ്യോഗസ്ഥ സംഘം എത്തിയപ്പോൾ സ്കൂൾ കവാടത്തിൽ കാത്തുനിന്ന കുട്ടികൾ സ്വീകരിച്ച് വിദ്യാലയത്തിലേക്ക് ആനയിച്ചത് വേറിട്ട കാഴ്ചയായി. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.